വയനാട് ചേകാടിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം എന്നുള്ള വാർത്തയാണ് നമ്മൾ മീഡിയ അവസാനിപ്പിക്കുമ്പോഴേക്കും വരുന്നത്. കർണാടക കുട്ട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പൊളന്ന കൊല്ലിവയൽ പ്രദേശത്താണ് കാട്ടാന ആക്രമിച്ചത്. വനത്തിനുള്ളിലൂടെ കർണാടകയിലേക്ക് പോകുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വനംവകുപ്പ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ദീപക് മോഹൻ നൽകും വിവരങ്ങൾ. ദീപക് മോഹൻ, കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ വാർത്തയോടെയാണല്ലോ ഈ ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? സുജിയ, രാത്രി 8:30യോടുകൂടിയാണ് പുൽപ്പള്ളി കൊല്ലിവേൽ ചേകാടിക്ക് സമീപമുള്ള കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന അവരുടെ ഊരിനടുത്ത് വെച്ച് ഈ യുവാവിനെ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചത്. പുൽപ്പള്ളിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയായാണ് ഈ പ്രദേശം. കർണാടക കുട്ട സ്വദേശിയായ വിഷ്ണുവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഇയാൾ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയാണ് റിസർവ് വനത്തിനകത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പിന്നീട് ഈ വഴിയിൽ പട്രോളിംഗ് നടത്തുന്ന വനപാലകർ കണ്ടതിനെ തുടർന്നാണ് ഈ വിഷ്ണുവിനെ ഉടൻ തന്നെ അവർ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നെങ്കിലും യാത്രാമധ്യേ വിഷ്ണു മരിച്ചു. ഇപ്പോൾ വിഷ്ണുവിന്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ പോലും ആനകൾ ധാരാളമുള്ള അവിടുത്തെ പ്രദേശവാസികളൊക്കെ കർണാടകയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. അവിടെ വെച്ചാണ് ഈ പറയുന്ന ആദിവാസി സങ്കേതത്തിന് അടുത്ത് വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ വിഷ്ണുവിന്റെ വയറിനും അതുപോലെ തന്നെ ഇടുപ്പിലിനുമെല്ലാം സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വനം വകുപ്പ് ജീവനക്കാരാണ് എളുപ്പത്തിൽ അവിടെ നിന്ന് പുറത്തെത്തിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാലും വിഷ്ണു മരണത്തിന് പിന്നീട് കീഴടങ്ങുകയായിരുന്നു. സുജയ. ഓക്കെ, ദീപക് മോഹനാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.